ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂഡിൽസാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന മാഗി പോലത്തെ നൂഡിൽസ് അല്ല ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മാർക്കറ്റിലൊക്കെ ഈ ടൈപ്പ് നൂഡിൽസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു 250 ഗ്രാം നൂഡിൽസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.25 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണ് ഓയിലാണ്. നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. നൂഡിൽസിൻ്റെ പാക്കിങ്ങിൽ തന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈമും കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ 5 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്കായിട്ട് നൂഡിൽസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കുക്കിംഗ് ടൈം നോക്കിയിട്ട് ഓവർ കുക്ക്ഡ് ആവാതെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിവിടെ നൂഡിൽസ് റെഡിയായിട്ട് കിട്ടും. ഓവർ കുക്ക്ഡ് ആവാതെ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നൂഡിൽസ് റെഡിയാക്കുമ്പോൾ നൂഡിൽസ് കുഴഞ്ഞിട്ടായിട്ട് ഇരിക്കും. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം സെസമി ഓയിലായാലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതൊന്ന് ജസ്റ്റ് കുക്കായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ക്യാപ്സിക്കം ഒരു അരഭാഗം അതിൻ്റെ ഹാഫായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം അതേപോലെ തന്നെ ചുവട് ഭാഗത്തുള്ള വെളുത്ത തണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബീൻസ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസാണ്. അപ്പോൾ ഇതിലേക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ അടിഭാഗത്തുള്ള വൈറ്റ് ഭാഗം, പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ഓവർ കുക്ക്ഡ് ആവാതെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് ഇതിൽ തന്നെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് വെച്ചിട്ട് ഇതിലിട്ട് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ക്യാപ്സിക്കം ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അതല്ല പ്രോൺസ് വേണമെന്നുണ്ടെങ്കിൽ പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ആണെങ്കിൽ ബീഫ്. ഞാനിപ്പോൾ അതൊന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് എഗ്ഗും വെജീസും വെച്ചിട്ടാണ് നൂഡിൽസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എഗ്ഗ് ഇവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം എഗ്ഗിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പറോ സാൾട്ടോ ആഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ എഗ്ഗ് ഇവിടെ സ്ക്രാമ്പിൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ വെജീസായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള നൂഡിൽസാണ്. അപ്പോൾ നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്പൂണ് സോയ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നൂഡിൽസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് 2 ഫോർക്ക് വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂണ് ഫ്രഷ് പെപ്പർ ജസ്റ്റ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. ഗ്രീൻ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ till then, take care.